തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 11 മണിവരെ 27.65% പോളിംഗ് രേഖപ്പെടുത്തി. 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. തേജസ്വി യാദവും സമ്രാട് ചൗധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. പോളിംഗ് ആരംഭിച്ച 7 മണി മുതൽ 9 മണി വരെ വളരെ മന്ദഗതിയിലായിരുന്നു ബീഹാറിലെ പോളിംഗ് നിരക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 9 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദർഭംഗ എന്ന് പറയുന്ന ജില്ലയിലാണ്. ദർഭംഗ ജില്ലയിൽ 10 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഇവിടെയും കർഷക മേഖലയാണ് ഇവിടെ കൂടുതലുമുള്ളത്. സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ആദ്യം എത്താനായിട്ട് മടിച്ചു നിന്നിരുന്നു. അതിനുശേഷം ആണ് പിന്നീട് സ്ത്രീകൾ ഓരോരുത്തരായി വീടുകളിൽ നിന്നും എത്തി വരുന്നത്. കാര്യം ഇതൊരു ന്യൂനപക്ഷ മേഖല കൂടിയാണ്. ഇവിടെ വോട്ടിംഗ് വളരെ ശക്തമായ തലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം നേരത്തെ ഒരു വോട്ടിംഗ് ശതമാനം ഒരു 9, 15, 17, 27 എന്ന രീതിയിൽ തന്നെ ഉയരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ബീഹാറിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പാട്നയുടെ പരിസര പ്രദേശങ്ങളുമാണ് പ്രധാനമായും ഇപ്പോൾ പോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാം ഘട്ടം പോളിംഗ് നടക്കേണ്ടിയിരിക്കുന്നത് ഇത് 11-ാം തീയതിയാണ്. അത് ഈ അതിർത്തിയോട് ബീഹാറിൻ്റെ നേപ്പാളുമായി ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഇനി വോട്ടിംഗ് നടക്കേണ്ടിയിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചില ആളുകളുടെ വോട്ട് കട്ട് ചെയ്ത് മാറിയെങ്കിൽ പോലും മറ്റുള്ളവർ കൃത്യമായി ബൂത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ് RJDയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലും നമ്മൾ സന്ദർശിക്കുമ്പോൾ ജനസുരാജ് പാർട്ടിയുടെ പല അംഗങ്ങളും അവരുടെ നേതാക്കന്മാരും നിരന്തരം അവിടെ എത്തുകയും അവർക്ക് വേണ്ടി ആ പല പരിസരത്തും ഒരു ബൂത്തുകളിട്ട് തന്നെ അവർ പ്രചരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ബലാബല പോരാട്ടം ഇന്ത്യ സഖ്യവും NDAയും തമ്മിൽ തന്നെയാണ്.